ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ്. സോ വെൽക്കം ടു ദി വീഡിയോ. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമ്മൾ ബിരിയാണി കട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് വലിയ പീസിലാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നല്ലൊരു വലിയൊരു ബേസിൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ എല്ലാം കൂടി പകർത്തിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലപോലെ പുരട്ടി യോജിപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ നമുക്ക് വലിയ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് വരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ മസാലയെല്ലാം അതിലേക്ക് നല്ലപോലെ ചേർത്ത് പിടിക്കും. മാത്രമല്ല ഒരു കൂർത്ത കത്തി കൊണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുത്താൽ മസാല കഷ്ണങ്ങളുടെ ഉള്ളിലേക്കെല്ലാം നല്ലപോലെ ഇറങ്ങും. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഈ ദം ബിരിയാണി തയ്യാറാക്കാൻ ഏകദേശം 3 മണിക്കൂറാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന ചിക്കൻ 1 മണിക്കൂർ നേരമെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ കൂടി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരി കുതിർക്കാനിടാം. 2 കപ്പ് അരി കഴുകി വൃത്തിയാക്കി ഒരല്പം വെള്ളം ചേർത്ത് അരമണിക്കൂർ നേരത്തേക്കാണ് കുതിർക്കാനിടുന്നത്. അരമണിക്കൂറിന് ശേഷം ഈ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കുക. അടുത്തതായി 4 മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. സവാള അരിയുമ്പോൾ ഏറ്റവും കുറഞ്ഞ തിക്നെസ്സിൽ എല്ലാം ഒരേ തിക്നെസ്സോട് കൂടി അരിയുകയാണെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഈ സവാള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. സവാള ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ടേസ്റ്റോടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. മുഴുവൻ സവാളയും ഒറ്റയടിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. 2 തവണയായിട്ടെങ്ങാനും ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ അത്രയും കുറച്ച് എണ്ണ നമുക്ക് യൂസ് ചെയ്താൽ മതി. സവാള എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തതായി ബിരിയാണിക്ക് ആവശ്യമുള്ള സ്പൈസസും നട്ട്സും എല്ലാം റെഡിയാക്കി വയ്ക്കുക. 4 ഏലയ്ക്ക, 10 ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, നട്ട്സ്, കിസ്മിസ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ്. ഏകദേശം ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ ധാരാളമാണ്. കൂടുതലായാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ആദ്യം കിസ്മിസ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം കാഷ്യൂനട്ട് ആഡ് ചെയ്യുക. കാരണം കാഷ്യൂനട്ടാണ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ വീതമാണ് കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിരിക്കുന്നത്. കൂടുതൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ വലിയൊരു പാത്രം ഏതാണോ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് നമ്മളുടെ സ്പൈസസ് എല്ലാം അതിലേക്ക് ചേർക്കുക. ഈ പാത്രത്തിലായിരിക്കും നമ്മൾ ബിരിയാണി ദം ചെയ്യുന്നത്. ഇതിലേക്ക് 1-2 പച്ചമുളക് ചോപ്പ് ചെയ്തതും 2-3 സവാള സ്ലൈസ് ചെയ്തതും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുക. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. നേരത്തെ തയ്യാറാക്കിയ പോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്നിളക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ പീസുകൾ ചേർക്കുക. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി മറ്റൊരു കടായി ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. 5 ഏലക്ക, പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, അതോടൊപ്പം വെള്ളവും ചേർക്കുക. വെള്ളം നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒരല്പം നാരങ്ങ നീരും ജാതിപത്രി ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് 1 ടീസ്പൂണും ഇതിലേക്ക് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ആ ഫ്രൈ ചെയ്ത സവാളയും ചേർക്കുക. നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെയും വെള്ളം വറ്റുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് വറ്റി അരി ഏകദേശം ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് എക്സ്ട്രാ ഉള്ള വെള്ളം മാറ്റി വയ്ക്കുക. ചിക്കൻ ഇനി മൂടി തുറന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ പകുതി എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് മല്ലിയില, 1.5 കപ്പ് പുതിനയില, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും, ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ദം ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബേണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ദമ്മ് ചെയ്യുന്നത്. ആദ്യം മല്ലിയിലയും പുതിനയിലയും ചിക്കൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി വേവിച്ച റൈസ് ഇതിനു മീതെ ഇട്ട് കൊടുക്കുക. റൈസ് ഇടുമ്പോൾ നമ്മൾ പ്രസ് ഒന്നും ചെയ്ത് വെക്കരുത്, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. വേണമെങ്കിൽ ഈ മല്ലിയിലയും പുതിനയിലയും 2 ലെയറായിട്ട്, അതായത് കുറച്ച് റൈസ് അതിന് മീതെ കുറച്ചുകൂടെ ഇലകളിട്ട് എന്നിട്ട് അതിൻ്റെ മീതെ പിന്നെയും റൈസ്, അങ്ങനെയും നിങ്ങൾക്ക് ദം ചെയ്യാവുന്നതാണ്. ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ മുഴുവനായി റൈസ് ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇതിൻ്റെ മീതെ ഇടുക. അതോടൊപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ബാക്കിയും ഇതിലേക്കിടുക. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഇതിന് മീതെ ഒഴിക്കുന്നുണ്ട്. കളറ് വേണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഈ സമയത്ത് കളറ് ചേർക്കാവുന്നതാണ്. ഇനി സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബേണറിൽ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ച് വെച്ച് ദമ്മ് ചെയ്യുക. ദമ്മ് ചെയ്ത ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറായാൽ അത്രയും നല്ലത്. അത്രയും നേരത്തിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചിയും സ്വാദും നമുക്ക് ലഭിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.